അങ്ങനെ ഞാൻ കണ്ടിട്ടുള്ളത്. പിന്നെ എൻ്റെ മക്കള് ഇല്ലേ, മക്കളിനെ കൂട്ടിയിട്ട് പോയിക്കൂടെ എന്ന് ചോദിക്കണവരുത് എനിക്ക് പറയാനുള്ളത്, എൻ്റെ മക്കൾക്ക് ഒരാൾക്ക് 16 വയസ്സ്, ഒരാൾക്ക് 15 വയസ്സ് എന്നീ നിലകളിലുള്ള മക്കളാണ്. അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്. ഓക്കെ, എൻ്റെ പിന്നാലെ ഇങ്ങനെ അവരിനോട് നടക്കണം എന്നൊന്നും നിർബന്ധമില്ല. ഇന്നത്തെ കാലാണ്. മക്കൾക്ക് മക്കളുടേതായ ഓരോ കാര്യങ്ങളുണ്ട്, അവരുടേതായ സന്തോഷങ്ങളുണ്ട്, അവരുടേതായ ഇതുണ്ട്. എൻ്റെ പിന്നാലെ ഇങ്ങനെ വീഡിയോ അല്ലെങ്കിൽ ക്യാമറൻ്റെ മുന്നിൽ വന്നിട്ടും വീഡിയോ പൊക്കിയിട്ടും, ചെറിയ കുട്ടികളാകുമ്പോൾ ക്യാമറൻ്റെ മുന്നിൽ വരലും ഒക്കെ ഉണ്ട്. ഇപ്പം അവർ വലുതായി, അപ്പം അവരുടെ കാര്യങ്ങൾക്ക് ഞാൻ വിടണം. ഓക്കെ, ഇതുവരെയൊക്കെ അവരുടെ ഞാൻ ക്യാമറയുടെ മുന്നിലും അല്ലെങ്കിൽ വീഡിയോ എടുക്കാനും അതിനും ഇതിനൊക്കെ ഞാൻ മക്കളെ കൊണ്ട് നടന്നിട്ടുണ്ട്, കൊണ്ടുപോയിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മക്കൾക്ക് മക്കളുടേതായ സ്വാതന്ത്ര്യത്തിൽ നമ്മൾ വിട്ടുകൊടുക്കണം. അതുകൊണ്ട് മുഴുവനായിട്ട് വിട്ടുകൊടുക്കാന്നല്ല. പിന്നെ കുറേ ആൾക്കാരുടെ പ്രശ്നമാണ് മക്കൾക്ക് ഫുഡ് ഉണ്ടാക്കണ്ടേ, അവരെന്ത് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ സ്നേഹം കൊണ്ട് ചോദിക്കണവരുണ്ട്, കുത്തി ചോദിക്കണവരുണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എൻ്റെ ചെറുപ്പം അല്ലെങ്കിൽ മക്കളുടെ ചെറുപ്പം മുതലേ മക്കൾക്ക് ഫുഡ് ഉണ്ടാക്കാൻ അവരുടെ ഉപ്പാൻ്റെ കയ്യിൽ നിന്ന് തന്നെ അവർ പഠിച്ചിട്ടുണ്ട്. ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ പഠിച്ചത് എൻ്റെ ഇക്കാൻ്റെ കയ്യിൽ നിന്നാണ്. എൻ്റെ വീട്ടിലൊന്നും ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ കാര്യമായിട്ട് പഠിച്ചില്ല. ഉമ്മ ഒരു ചോറ് വെച്ചാൽ കൂട്ടാൻ അമ്മായിമാരോ അല്ലെങ്കിൽ ആരുടെയെങ്കിലൊക്കെ പാത്രം എടുത്തിട്ട് പോയിരുന്ന പണ്ടുള്ള കാലം എനിക്ക് ഓർമ്മയുള്ളൂ. അല്ലെങ്കിൽ കൊല്ലത്തിലൊരിക്കൽ മീൻകറി വെക്കുക, കൊല്ലത്തിലൊരിക്കൽ എന്തെങ്കിലും കറി വെക്കുന്ന കാലം എനിക്ക് ഓർമ്മയുള്ളൂ. അല്ലെങ്കിലൊക്കെ എൻ്റെ അമ്മ രാവിലെ എണീച്ചാൽ പണിക്ക് പോവും, ചോറ് വയ്ക്കും. കറി വെക്കാനൊന്നും നമുക്കറിയില്ല, നമ്മളതിന് നിന്നിട്ടുമില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ മീൻ മേടിക്കുക, പൊരിക്കുക, മുട്ട പൊരിക്കുക, അല്ലെങ്കിൽ ചമ്മന്തി ഉണ്ടാക്കുക, ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ മക്കൾക്ക് അങ്ങനെയല്ല. എൻ്റെ കാലിടുന്നാണ് ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ ഫുള്ള് പഠിച്ചത്. അതേ കഴിവ് എൻ്റെ മക്കൾക്കും കിട്ടിയിട്ടുണ്ട്. അവരത്യാവശ്യം ഫുഡ് ഉണ്ടാക്കും, ചോറ് വയ്ക്കും, കഞ്ഞി വയ്ക്കും, ദോശ ഉണ്ടാക്കും, മുട്ട പൊരിക്കും. അവർക്ക് വേണ്ട ഫുഡ് തിന്നേണ്ട ഇതൊക്കെ അവരുണ്ടാക്കും. പിന്നെ ഷാരിക്കിനെ കൊണ്ടേയില്ലേ ഞാൻ പറയട്ടെ, ഓരോരുത്തരും ഓരോ കാര്യങ്ങൾക്ക് പോകുമ്പോൾ എൻ്റെ കുട്ടി പഠിക്കുകയാണ്. ഷാരിക്ക് മോന് പഠിക്കണതാണ്. ഇപ്പം അവനെ ദർസിൽ ചേർത്തിട്ടുണ്ട്. അവന് ആ ഒരു ടച്ച് വിട്ടു പറഞ്ഞാൽ പിന്നെ അവന് മടിയാവും പോവാൻ. ഞാൻ ഒരാഴ്ച ഹോസ്പിറ്റലിൽ പോയി കിടന്നപ്പോൾ തന്നെ അവനെ കൊണ്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവനിക്ക് വന്നതിന് ശേഷം മദ്രസയിൽ പോകാൻ മടിയായി. അപ്പോൾ ആ മടി അവനിൽ വരാൻ പാടില്ല. എൻ്റെ കൂടെ ഇങ്ങനെ കറങ്ങാൻ അവനെ കൊണ്ടുപോയി നടന്നാൽ അവൻ അതെന്നെ മനസ്സിൽ ചിന്തിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അവനെ ഇവിടെ ആക്കി. അവനെ നല്ലപോലെ പൊന്നുപോലെ നോക്കണ അവൻ്റെ ഇക്കാരാണ്. അവനക്ക് ഒരു പ്രശ്നമില്ല. രാവിലെ എണിച്ച് അവനക്ക് ചായ വെച്ച് കൊടുക്കലും, അവന് 10 മണിയാകുമ്പോഴേക്കും അവനിക്ക് പോയാൽ മതി. 10-11 മണിയാകുമ്പോഴേക്കൊക്കെ അവൻ എത്തിയാൽ മതി. അവന് വൈകുന്നേരം വരെ ക്ലാസ് ഉണ്ട്. അങ്ങനെ പോണ മക്കളാണ്. പിന്നെ ഒറ്റയ്ക്കല്ലേ പോകണമെന്ന് ചോദിക്കുന്നത്, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. എൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. പിന്നെ ഓരോ നാറികൾ, ഇങ്ങനെ തന്നെ പറയട്ടെ, ഓരോ നാറികളുടെ അക്കൗണ്ട് റീച്ച് ആവാൻ വേണ്ടിയിട്ടും അവരുടെ വീഡിയോ റീച്ച് ആവാൻ വേണ്ടിയിട്ടും അവർ പറയുന്ന പല കാര്യങ്ങളും ഉണ്ട്. ഇപ്പോൾ ഷെരീഫിൻ്റെ കാര്യത്തിന് തന്നെ, ഷെരീഫ് പണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നതും അവൻ എന്നെ ഇളക്കി വിട്ടിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നതും രണ്ടായിരുന്നു. അവൻ എന്നെ ഇളക്കി വിട്ടിട്ട് എന്നെ ചൊറിഞ്ഞിട്ട് അവൻ കുറേ ഉണ്ടാക്കി, അവന് കുറേ കണ്ടന്റ് കിട്ടി, അവൻ കുറേ കാശുണ്ടാക്കി. അതിൽ അവൻ ഗൾഫിൽ നിന്നടക്കം നിർത്തിയിട്ട് വരേണ്ട അവസ്ഥയിൽ അവൻ എത്തിയിട്ടുണ്ടെങ്കിൽ അവൻ എന്നെ ഒരുക്കി ഒരു വർഷത്തോളം അവൻ നല്ല പൈസ ഉണ്ടാക്കി. അതെന്നെ ചൊറിഞ്ഞു വിട്ടത് അവൻ തന്നെയാണ് കേട്ടോ. ഫസ്റ്റ് മുതലേ യൂട്യൂബിലായിക്കോട്ടെ ഇൻസ്റ്റഗ്രാമിലായിക്കോട്ടെ എന്നെ ചൊറിഞ്ഞു വിട്ടത് അവനാണ്. പിന്നെ ഞാൻ ഇവന്റെ വീഡിയോസൊന്നും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എപ്പോഴും എനിക്ക് അയച്ചു തന്നതാണ്, ഷാജി നിന്നെ പറ്റിയിട്ട് ഇങ്ങനെ പറയണ്ടല്ലോ ഇവനെ ഏതാന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഫസ്റ്റ് വല്ല കാസർഗോട്ടായിരുന്നു. കാരണം അവന്റെ മോറും കാണുമ്പോൾ ചൊകന്നുള്ള മോറും ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു വല്ല കാസർഗോട്ടുകാരനായിരിക്കും. പക്ഷെ ഭാഷ കാസർഗോട്ടത്തെ അല്ല. അപ്പൊ കാസർഗോട്ടുകാരെന്ന് പറയുന്നത് എല്ലാ ഭാഷയും കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണല്ലോ. അപ്പൊ ഞാൻ അങ്ങനെ തന്നെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ എൻ്റെ വീട്ടിൽ പ്രശ്നവും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഞാൻ ഈ മണ്ണാർക്കാട് നാട് ഇപ്പൊ കാണുന്ന മണ്ണാർക്കാട് നാടല്ല, ഞാൻ ഫസ്റ്റ് മണ്ണാർക്കാട് ഉണ്ട്. എനിക്കൊരു 3 കൊല്ലത്തോളം മണ്ണാർക്കാട് അറിയും. ഇക്കാൻ്റെ കൂടെ 1 കൊല്ലം നിന്നിട്ട് അതിന്റെ മുന്നേ എൻ്റെ ഇക്ക ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ ഒക്കെ ഞാനിവിടെ വന്ന് നിൽക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ മണ്ണാർക്കാട് നാട് എനിക്ക് പുതിയതല്ല. പിന്നെ എൻ്റെ വീട്ടിൽ പ്രശ്നങ്ങൾ അന്ന് നടക്കുമ്പോഴൊക്കെ ഞാൻ ശരിക്കും ഇവിടേക്ക് വരണമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. മണ്ണാർക്കാട് നാട്ടിലേക്ക് ഞാൻ വരണമെന്ന് വിചാരിച്ചില്ല. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ഇവിടെ ഒരു ഷോപ്പ് ഇട്ടിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു പോവാന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു ഫസ്റ്റ്.
പിന്നെ വിചാരിച്ചു ദിവസം ഡെയിലി ഇവിടെ വന്ന് പോണത് എനിക്ക് ഭയങ്കര ക്ഷീണമായി പോകും. അപ്പം ഞാൻ വിചാരിച്ചു വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് ഒരു വീടെടുത്ത് ഇങ്ങോട്ട് മാറിയാൽ കുഴപ്പമില്ല, കടിയും കാര്യങ്ങളൊക്കെ കൊണ്ട് നടക്കാം, മക്കൾക്ക് സ്കൂളിലേക്ക് പോകാൻ ഇതിനൊക്കെ. പിന്നെ മക്കള് അവിടെയാണ് 2 ആള് പഠിക്കണ്ടായിരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു മക്കൾക്ക് രാവിലെ എങ്ങനെ പോകും എന്നൊക്കെ കുറേ ഇങ്ങനെ ആലോചിച്ചു. പിന്നെ മക്കളുടെ ഒരു ഇതാലോചിച്ചപ്പോൾ 1 കൊല്ലമല്ലേ, അത് എങ്ങനെയും പഠിച്ചു തീർക്കുന്നുണ്ട്. പിന്നെ വീട്ടിൽ പ്രശ്നങ്ങളും കാര്യങ്ങളും നടക്കുന്നതുകൊണ്ട് തന്നെ ഒന്ന് മാറി താമസിക്കണം എന്നുള്ള ഒരു മൈൻഡ് എനിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് എനിക്ക് സെലീന താത്ത എന്നോട് പറഞ്ഞത്. സെലീന താത്ത ആണ് ഷോപ്പ് നോക്കുക, ഇവിടെ ഏതെങ്കിലും ഷോപ്പ് നോക്കുക, ഇടാ, സെലീന താത്ത കൂടെ ഉണ്ടാവും. അല്ലെങ്കിൽ ഞാനും വിചാരിച്ചു സ്റ്റാഫായിട്ട് കൂടെ ഉണ്ടായിക്കോട്ടെ, ഒരു ഷോപ്പ് ഇടല്ലേ, ഒരാളെപ്പോഴും നല്ലതല്ലേ. ഞാനിപ്പോൾ എന്തിലെങ്കിലും പോയാലും കടയിൽ നോക്കാൻ ഒരാളുണ്ടല്ലോ, അവർക്കാണെങ്കിൽ എക്സ്പീരിയൻസും ഉണ്ട്, ഡ്രസ്സിന്റെ ഷോപ്പിൽ നിന്നിട്ടുള്ള എക്സ്പീരിയൻസും ഉണ്ട്. അങ്ങനെയാണ്. അതിന്റെ മുന്നേ സെലീന താത്ത എന്നെ വന്ന് കണ്ടിട്ടുണ്ട്. സെലീന താത്തയും വേറൊരു ചേച്ചി, ഈ ബ്യൂട്ടി പാർലറിലത്തെ ഒരു ശ്രീജ ചേച്ചി എന്നെ വന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അന്ന് നാട്ടിലാവുമ്പോൾ അവർ വന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അവരെൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് അങ്ങനെ എന്നെ കാണാൻ വന്നതാണ്. അപ്പോൾ അവരുടെ ഞാൻ ആ ഒരു ടൈമിൽ തോന്നിയ ആ ഒരു ഐഡിയ ആണ് എനിക്ക് ഒരു ഷോപ്പ് ഇടണം എന്നുള്ള ഒരു ഐഡിയ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ഈ ഷോപ്പ് ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശരിക്കും ഇങ്ങോട്ട് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നത്. പിന്നെ ഇവിടെ വന്നതിൻ്റെ ശേഷമാണ് ഈ ഷെരീഫിന്റെ വീഡിയോസ് കൂടുതൽ ഞാൻ കാണാൻ ഇടയാവും. അവൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവൻ എന്നെ ഒരു ഇതാക്കിയിരുന്നു. അപ്പം ഞാനെന്ന് പറയുന്ന വ്യക്തി, എനിക്ക് എന്ന് പറയുന്ന സംഭവം എന്ന് പറഞ്ഞാൽ എന്നെ ചൊറിയാൻ വന്നാൽ ഞാൻ ഒരിക്കലും ഇല്ല. അതെൻ്റെ നിങ്ങൾക്കൊക്കെ എന്നെ മനസ്സിലായിട്ടുണ്ടാവും. എൻ്റെ ഉമ്മ ആണെങ്കിൽ പോലും, കാരണം ഉമ്മ അടക്കമാണെങ്കിൽ പോലും ഞാൻ വെറുതെ വിടില്ല. അത് കാരണം എൻ്റെ ഇതിൽ സത്യം ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും അത് ഇതാക്കും. അപ്പം നിങ്ങൾക്കൊക്കെ ഉണ്ടാവും, അവൾ ഉമ്മാനെ അങ്ങനെ ആക്കിയിട്ടുണ്ട്, ഉമ്മാനെ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. അപ്പം ഉമ്മ എന്താണെന്നുള്ളത് ഉമ്മാക്കും അറിയാം, എനിക്കും അറിയാം, അവിടെയുള്ള നാട്ടുകാർക്കും അറിയാം. പിന്നെ കുറേ ചൊറിയമ്പുഴകൾ സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിക്കുന്നത്. പിന്നെ കുറെ ആൾക്കാർ പറഞ്ഞു ഉമ്മ അങ്ങനെ, ഉമ്മ എല്ലാമാണ് ഓക്കെ. പക്ഷെ ഉമ്മ നിൽക്കേണ്ട ഇതുണ്ട്, മക്കളുടെ അടുത്ത് നിൽക്കേണ്ട ഒരു ലെവലും ഉണ്ട്, പേരക്കുട്ടികളുടെ അടുത്ത് നിൽക്കേണ്ട ഒരു ലെവലും ഉണ്ട്. ആ ലെവല് താഴ്ന്നപ്പോഴാണ് ഇങ്ങനെയൊക്കെ ആയത്. അപ്പൊ ഞാൻ പറയട്ടെ, ഈ ലോകത്ത് എൻ്റെ ഉമ്മ മാത്രമൊന്നല്ല എന്നോട് ഇങ്ങനെ കാണിക്കുന്നത്. ഒരുപാട് ഉമ്മമാര് ഇങ്ങനെ പെൺകുട്ടികളോട് കാണിക്കുന്ന ഒരുപാട് പെൺകുട്ടികൾ എനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഷാജി, നിന്റെ ഉമ്മ മാത്രമൊന്നല്ല ഞങ്ങൾക്ക്. അപ്പോൾ ഞാൻ വിചാരിച്ചു, നമുക്ക് മാത്രമല്ല ഈ സംഭവം നടക്കുന്നത്, ഈ ദുനിയാവിലെ ഒട്ടുമിക്ക ആൾക്കാരും അങ്ങനെ ഉണ്ട്. 3-4 പെൺകുട്ടികളുണ്ടെങ്കിൽ ഒന്നിനോട് മാത്രം ഒരു ഇത് കാണിക്കുക, ബാക്കിയുള്ളവരിനെ ഒരു ഇതാക്കുക, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇനി മൂക്ക് ചൊറിയണം, അവിടെ ചൊറിയണം, ഇവിടെ ചൊറിയണം പറയണ്ട. വയർക്കുണ്ട്, ചൂടാണ്, നല്ല ചൂടുണ്ട്. അങ്ങനെ അപ്പൊ അത് ആ ലെവലിൽ പോട്ടെ. പിന്നെ ഇവൻ ചൊറിഞ്ഞത് എന്ന് വെച്ചാല് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇവൻ എല്ലാത്തിനും ചൊറിഞ്ഞു, വീഡിയോസ് ഇട്ടു, അങ്ങനെ ഇട്ടു, ഇങ്ങനെ ഇട്ടു, അതെല്ലാം കഴിഞ്ഞു. ഇവനോട് ഞാൻ നോമ്പിന്റെ മുന്നേ ഇവനെ കണ്ടു. ഇവനെ ഞാൻ അപ്രതീക്ഷിതമായിട്ട് കാണണം. ഇവനെ ഞാൻ നോണ്ടി നടക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇവന്റെ വീട് ഇവിടെ തന്നെയാണ്. ഞാൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് തെറ്റെന്ന് തോന്നിയത് എനിക്ക് ഇതുണ്ടായിരുന്നു മനസ്സിൽ. വീട്ടിൽ പോയതല്ലേ, അപ്പൊ എനിക്ക് അവനായിട്ടാണ് എന്നെ വിളിച്ചു വരുത്തിയത്. കാരണം നീ പെണ്ണാണെങ്കിൽ നീ വാടി എന്നുള്ളൊരു ലെവലിലായിരുന്നു അവൻ എന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ പെണ്ണാണെന്ന് കാണിച്ചു കൊടുക്കണല്ലോ. അപ്പൊ ആ ലെവലിലാണ് ഇവൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ പോയി ഞാൻ നല്ല രീതിയിൽ തന്നെ അവനോട് പെരുമാറിയിട്ടുണ്ടായിരുന്നത്. നല്ല രീതിയിലാണ്. ശരിപ്പോ നീ എന്തിനാ എൻ്റെ വീഡിയോസ് ഇടുന്നത്, നിനക്ക് നിന്റേതായ കണ്ടന്റ് ഇട്ടൂടെ, എന്റെ വീഡിയോസ് വിറ്റ് നീ ജീവിക്കണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ സംസാരിച്ചത്. അപ്പൊ അവൻ ഇങ്ങനത്തോളം നീ വേശിയല്ലടി, നീ വേശി കണ്ടവന്മാരുടെ കൂടെ ഇവൻ കണ്ടോ തെളിവ് എൻ്റെ ഉണ്ടോ, ഞാൻ വല്ലവന്റെ കൂടെ കിടക്കണതോ അല്ലെങ്കിൽ എന്നെ വല്ലവന്റെ കൂടെ പിടിക്കണതോ? ഇവൻ വായം കൊണ്ട് ഇങ്ങനെ മുട്ട പൊരിക്കാൻ എല്ലാവർക്കും പറ്റും. ഇവൻ പറഞ്ഞു അവിടെ കണ്ടു, ഇവിടെ കണ്ടു, ആ ഹോട്ടലിൽ ഈ ഹോട്ടലിൽ എന്നൊക്കെ പറയണ്ടല്ലോ. എടാ ഷെരീഫെ, ഒരാള് ഒരു ഭാഗത്ത് പോയി, അപ്പൊ ഞാൻ കോഴിക്കോട് പോയി, അല്ലെ കണ്ണൂർ പോയി, കാസർഗോഡ് പോയി പറഞ്ഞാൽ, ഞാൻ കാസർഗോഡൊക്കെ പോവാണെങ്കിൽ പറഞ്ഞാൽ ഇവിടുന്ന് 7 മണിക്കൂർ 8 മണിക്കൂർ ട്രാവൽ ഉണ്ട് നമ്മൾ ട്രെയിനിൽ പോവാണെങ്കിൽ. അപ്പൊ ഞാൻ ഇവിടുന്ന് ഈ സമയം കയറുകയാണെങ്കിൽ അവിടെ എത്തുന്നത് പുലർച്ചെ സംഭവം ആ സമയത്തൊക്കെ ആയിരിക്കും. അപ്പോൾ ഒരു മനുഷ്യൻ ഒരു ഭാഗത്ത് പോയി പറഞ്ഞാൽ ഫ്രഷ് ആവാനും ഇതിനൊക്കെ റൂം എടുത്തേ പറ്റൂ. അതിനൊരാൾ കൂടെ കിടക്കാൻ വേണ്ടി റൂം എടുക്കണമെന്ന് മാത്രമല്ല, എല്ലാ പെൺകുട്ടികളും എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾക്ക്, ഇപ്പൊ യൂട്യൂബേഴ്സ് ആയിക്കോട്ടെ, ബിസിനസ്സുകാരായിക്കോട്ടെ, എവിടെ പോവുകയാണെങ്കിലും ഒരു റൂം എടുത്ത് അവർക്ക് ഫ്രഷ് ആവാനും ബാക്കിയുള്ളതിനൊക്കെ.
ഞാൻ ഇവിടുന്ന് ചിലപ്പോൾ രാത്രി കയറിയാൽ ചിലപ്പോൾ രാവിലെ ഇരിക്കത്തുണ്ടാവുക, അല്ലെങ്കിൽ രാവിലെ പോയാൽ രാത്രി ഇരിക്കത്തുണ്ടാവുക. അപ്പൊ എനിക്ക് എന്റേതായ കാര്യങ്ങൾ ഇതാക്കാനും ബാത്റൂം കാര്യങ്ങൾ എനിക്കിങ്ങനെ കുറച്ച് നേരത്തിന് റൂം എടുത്തിട്ട് ഇതാക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതൊക്കെ അത്ര സേഫ് അല്ല. അതുകൊണ്ട് നമ്മൾ നല്ലൊരു ഇതിൽ പോയി നമ്മൾ റൂം എടുക്കണു, താമസിക്കണു, വരണു. അതൊക്കെ നമ്മളുടേതായ ഒരു പേഴ്സണലി കാര്യങ്ങളാണ്. അതൊന്ന് നിങ്ങളെ ബോധിപ്പിക്കണം. അപ്പൊ നീ എന്തിനാ ഇവിടെ വന്ന് പറയുന്നത്? ഇവൻ വലിച്ചിട്ടുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോ ഇവൻ അന്ന് മുതലേ നമ്മളെ ചൊറിച്ചില്ല. പിന്നെ നീ പറയണ്ടല്ലോ ഷെരീഫ്, നിനക്ക് എന്താണ് തക്കാളി കറി ഉണ്ടാക്കിയിട്ടും ബാക്കിയുള്ള കറി ഉണ്ടാക്കിയിട്ടും പുളിഞ്ചാറുണ്ടാക്കിയിട്ടും വ്യൂസ് ഇല്ല, അതുകൊണ്ട് നിന്നെ ചൊറിഞ്ഞതാണ്. എടാ മുത്തുമണിയെ, ഞാൻ നിന്റെ ആ നോമ്പിന് ശേഷം ഇതാക്കിയതിന് ശേഷം ഞാൻ എന്തെങ്കിലും ചൊറിഞ്ഞിട്ട് നിന്നെ വന്ന, എന്തെങ്കിലും ഒരു കാര്യത്തിൽ ചൊറിഞ്ഞ, ഞാൻ ഒരാളുടെ കമന്റ് ബോക്സിൽ പോയിട്ട് കമന്റ് ഇട്ടു, അത് മൈ ചോയ്സ്. ഓക്കെ, എന്റെ ലൈഫ്, മൈ ലൈഫ് മൈ റൂൾസ്. എന്റെ ലൈഫ് എനിക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാം, എനിക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് കമന്റ്സ് ഇടാം. അതിപ്പോ നിനക്ക് ശത്രുള്ള ആളുടെ കമന്റ് ബോക്സിൽ പോയിട്ട് ഞാൻ ഇട്ടു എന്ന് പറയണത് നിനക്ക് റേറ്റ്സില്ല. നീ എന്നെ കെട്ടിട്ടോ അല്ലെങ്കിൽ നീ എന്റെ കാമുകനോ നീ എന്റെ വേറെ ഒന്നുമല്ല. അപ്പൊ നീ ആ ഒരു കമന്റ് ഇട്ടതും നിനക്ക് അവൻ പറയുന്നത് അതിൽ നിന്റെ ഉമ്മാനെ ബാക്കിയുള്ളവനെ തെറി പറയുന്നുണ്ടെങ്കിലും അവൻ പറഞ്ഞത് എന്താ, ഒരു വർഷത്തോളം ഷാജി എന്ന വ്യക്തിനെ വെച്ച് അവൻ നല്ല ഇതുണ്ടാക്കി, അങ്ങനെ ഉണ്ടാക്കി ഇങ്ങനെ ഉണ്ടാക്കി എന്ന് പറഞ്ഞപ്പോ ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് 100% സത്യം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇട്ടത്. അത് നിന്റെ ബ്രെയിനിൽ നിനക്ക് വേഗം അവിഹിതത്തിനോട് മറ്റതും മറിച്ചതിനോടും മാത്രമേ നിനക്ക് പോലും. ഇവന്റെ പഴയ വീഡിയോസ് ഇൻസ്റ്റഗ്രാമിൽ വേറെയിലൊക്കെ എടുത്തു നോക്കിയാൽ കാണാം, എല്ലാത്തിലും ഇവൻ അവിഹിത കേസുകളാണ് പിടിച്ചിട്ടുള്ളൂ. കാരണം ഇവനിക്ക് അതിലൊരു ഹര തോന്നുന്നു, എന്തെന്ന് അറിയുന്നില്ല. അങ്ങനെയാണ് ആ കമന്റ്, ഒരൊറ്റ കമന്റ്. നിങ്ങൾ മനസ്സിലാക്കണം, ഷാജി അല്ല അവനെ ചൊറിയാൻ പോയത്. ഞാൻ ഒരിക്കലും അവനിക്കെതിരെ വീഡിയോ ഇട്ടിട്ടില്ല. ഞാൻ പിന്നെ എന്റേതായ വീഡിയോസും വേറെയുള്ള വീഡിയോസും ഇടാന്നല്ലാണ്ട് ഞാൻ ഷെരീഫിനെ കുറിച്ചിട്ടോ ഷെരീഫിനെ പറഞ്ഞിട്ടോ ഒരു വീഡിയോ ഇട്ടിട്ടില്ല. നോമ്പ് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞ അല്ലെങ്കിൽ ഞാൻ തെറ്റിദ്ധരുത്തിയത് ഞാൻ ആ ഒരു ഇതിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഷെരീഫ് 2 പ്രാവശ്യം എന്നെ ചൊറിഞ്ഞു. ഒരു പ്രാവശ്യം ഫാത്തിന്റെയും എന്റെയും ഫോട്ടോ വെച്ചിട്ട് ഇവൻ ഷാജി എങ്ങനെ ഒന്നായി, എങ്ങനെ മാപ്പ് പറഞ്ഞ് എന്തിനാന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇത് തരാൻ വേണ്ടിയിട്ട് അവൻ നോമ്പ് കഴിഞ്ഞതിന് ശേഷം വന്നു. അത് കഴിഞ്ഞിട്ട് നോമ്പ് കഴിയുന്നവരെ അവന് മുണ്ടിയില്ലാട്ടോ. നോമ്പ് കഴിഞ്ഞതിന് ശേഷം അവൻ പറഞ്ഞു. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം അവൻ എന്തിനു വേണ്ടിയിട്ടാ ചൊറിയണെന്ന്. അപ്പൊ തന്നെ ഞാൻ ഇവന്റെ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചു, ഷെരീഫെ എന്റെയും ഫാത്തിന്റെയും ഫോട്ടോ വെച്ചിട്ട് ഇനി നീ ഒരു വീഡിയോ ചെയ്യരുത്. എനിക്കത് ഇഷ്ടമല്ല. കാരണം ഞാനും ഫാത്തിയും തമ്മിൽ ഒരു ബന്ധവുമില്ല. അയാളും ഞാനും തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടെങ്കിൽ നീ വീഡിയോ ചെയ്യുന്നതിന് ഒരു സത്യമുണ്ട്. കാരണം ഞാൻ അയാളുടെ വീഡിയോസ് കാണുന്നതും ആ ഒരു ഇത് ഉള്ളതും എനിക്ക് ആ കുട്ടിനോട് കാണുന്ന ആ ഒരു ഇതും കൊണ്ടാണ് നമ്മൾ ആ വീഡിയോസിൽ ലൈക്ക് ഇടുന്നതും. നൈനൂന്ന് പേരെടുത്ത് പറഞ്ഞിട്ടാണ്, ഞാൻ നൈനൂന്ന് പേരെടുത്ത് പറഞ്ഞിട്ടാണ് അവിടെ സ്റ്റിക്കറാ എന്തെങ്കിലുമൊക്കെ അവിടെ ഇടാം. അപ്പൊ ആ ഒരു ഇതിനാണ് ഞാൻ ഫാത്തിനായിട്ടുള്ളൂ. പിന്നെ ഫാത്തിന്റെ കെട്ടിയോളുടെ കുറെ കാര്യങ്ങള്, ഫാത്തിന്റെ കെട്ടിയോളുടെ വീഡിയോ ഞാൻ ചെയ്തപ്പോ, സുമി പറഞ്ഞ വ്യക്തിന്റെ വീഡിയോ ചെയ്തപ്പോഴാണ് എനിക്ക് ഫാത്തിനായിട്ട് അവിഹിതമുണ്ട്, ഫാത്തിനായിട്ട് അങ്ങനെ പറഞ്ഞാൽ ആ ദുബായിൽ കിടക്കുന്ന എല്ലാ പെണ്ണുങ്ങൾക്കും ഫാത്തിനായിട്ട് അവിഹിതം വേണം. നിന്റെ ഷെരീഫെ നിന്റെ കമന്റ് ബോക്സിൽ ഇഷ്ടം പോലെ പെൺകുട്ടികൾ വന്നിട്ട് കമന്റ് ഇടുന്നുണ്ട്, ഇവരിനായിട്ടൊക്കെ നിനക്ക് അവിഹിതാണ് ഇല്ലല്ലോ. അപ്പൊ അതുപോലെ തന്നെ നിന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അതിൽ വന്ന് കമന്റ് ഇടുന്നത്. അപ്പൊ ഫാത്തിന്റെ മക്കളിനെയും ഒറ്റയ്ക്കുള്ള പേരന്റ് എന്ന നിലയിൽ അയാള് ചെയ്യണ കാര്യങ്ങളിലാണ് ഞാൻ പോയിട്ട് കമന്റ് ഇടുന്നത്. എനിക്ക് അറിയാം ഒറ്റയ്ക്കുള്ള പാരന്റിങ് എങ്ങനെയാണ്, എന്താണ് അയാളുടെ മെന്റലി പ്രഷർ, ഫിസിക്കലി പ്രഷർ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിലാണ് നമ്മൾ അവരുടെ പോയിട്ട് ആ ഒരു എന്താ ഇടുന്നത്, ആ കുട്ടികളുടെ വീഡിയോ അല്ലെങ്കിൽ അയാൾ ഫോൺ നേരാക്കണത് വേറെ എന്തെങ്കിലും ഒക്കെയാണ് ഇടുന്നത്. പിന്നെ നിങ്ങളൊക്കെ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കണത്? 80-70 കാലഘട്ടങ്ങളിൽ തന്നെയാണ് ഇപ്പോഴും. 2026 നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടില്ലേ? ഇതിലൊക്കെ കമന്റ് ബോക്സിലൊക്കെ കമന്റ് ഇടുന്നത് കുറേ മറ്റേ ഇത് പറയുന്ന ആൾക്കാരാണ് കേട്ടോ. അവരുടെയൊക്കെ അക്കൗണ്ട് എടുത്ത് നോക്കിയാൽ കാണാം കമന്റ് ഇടാൻ വേണ്ടിയിട്ട് ഇതാക്കിയ പോലെ ഉണ്ടാവും. അപ്പൊ ഇനിയുള്ളത് ചില പെണ്ണുങ്ങളുടെ കാര്യമാണ് കേട്ടോ. എന്തൊക്കെ വീഡിയോ ചെയ്താലും ഇവളമാർക്ക് നെഗറ്റീവേ വരുള്ളൂ. ഇവളുടെമാരുടെ മൈൻഡിൽ നെഗറ്റീവ് മാത്രമേ ഉദിക്കുള്ളൂ. കാരണം എന്താന്ന് വെച്ചാൽ കുറെ അസൂയക്കാരുണ്ട്. കെട്ടിയോമാര് പുറത്തു വിടാണ്ട് വീട്ടിൽ തന്നെ അകത്ത് പിടിച്ചിടുന്ന കെട്ടിയോമാരുണ്ട്, അമ്മായിമ്മമാര് പിടിച്ച് ഇടുന്ന പെണ്ണുങ്ങളുണ്ട്. അപ്പൊ ഇവർക്കൊക്കെ ഇവരുടെ
ഇവരുടെ ദേഷ്യവും കാര്യങ്ങളൊക്കെ തീർക്കണത് ഇങ്ങനെ പോലുള്ള പെൺകുട്ടികളെ നമ്മള് നല്ല ലാവിഷായിട്ട് അല്ലെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ നടക്കുന്നുണ്ട ഇവളുമാർക്ക് ചൊറിഞ്ഞിട്ട് ഇവര് കമന്റ് ഇടുന്ന എന്താണ്, ഇവരിതിലൂടെ അവരുടെ ഇത് നമ്മുടെ ഇതിൽ തീർക്കുകയാണ്. അത് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട്. അത് ഇൻസ്റ്റയിലായിക്കോട്ടെ യൂട്യൂബിലായിക്കോട്ടെ അങ്ങനെയാണ്. ഞാൻ ഇപ്പോൾ പണ്ട് ഈ ഷെരീഫ് പറയുമ്പോൾ തന്നെ 1 വർഷത്തോളം ഞാൻ വീഡിയോസ് ഒന്നും റിയാക്ഷൻ വീഡിയോസ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെതായ ഷെരീഫ് ഞാൻ ഫസ്റ്റ് മുതലേ ലൈഫ് സ്റ്റൈൽ വീഡിയോസാണ്, എൻ്റെതായ ലൈഫ് സ്റ്റൈല്, എൻ്റെ മക്കളുടെ, എൻ്റെ അതുപോലെ തന്നെ ഫുഡ് ഉണ്ടാക്കുന്നത്, എൻ്റെ പഴയ വീഡിയോസൊക്കെ എടുത്ത് നോക്കണവർക്കറിയാം ഞാൻ അങ്ങനത്തെ വീഡിയോസാണ് ചെയ്തിട്ടുള്ളൂ. ഞാൻ ഒരിക്കലും റിയാക്ഷൻ വീഡിയോസിലേക്ക് വന്നിട്ടേ ഇല്ല. പിന്നെ എന്നെ ചൊറിയാൻ വന്നവരെ ഞാൻ വിട്ടിട്ടുമില്ല, വെറുതെ കിടന്ന് ചൊറിയണവരെ ഞാൻ വിട്ടിട്ടുമില്ല. കാരണം ആവശ്യമില്ലാണ്ട് നിന്റെ ഒന്നും വായിലിരിക്കുന്ന എനിക്ക് കേൾക്കണ്ട. അതുകൊണ്ട് പിന്നെ എൻ്റെ പ്രഷറിൽ എൻ്റെ ദേഷ്യത്തിൽ ഞാൻ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ എൻ്റെ വായിൽ നിന്ന് തെറിയൊക്കെ വന്നു എന്നിരിക്കും. സ്വാഭാവികം, മനുഷ്യനല്ലേ, മലക്കല്ലല്ലോ. അങ്ങനെ ഈ പെണ്ണുങ്ങൾക്ക് എന്താന്ന് വെച്ചാൽ ഞാൻ ഇവിടെ വന്നതിൻ്റെ ശേഷം തന്നെ ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോസ് അത് ഇതെന്നൊക്കെ മക്കളുടെ വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ട്. ഇതിലൊന്നും ഇവളുമാര് കമന്റോ അല്ലെങ്കിൽ ഇവളുമാരുടെ ഒരൊറ്റ കമന്റ് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഇപ്പോൾ റിയാക്ഷൻ വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയാൽ ഈ ഷെരീഫിനെതിരെ വീഡിയോ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എത്ര കമന്റാ എൻ്റെ കമന്റ് ബോക്സിൽ വരുന്നതെന്നറിയോ? അതുപോലെ തന്നെ ഇവർക്ക് വേണ്ടത് എന്താ? അവിഹിതമാണ് വേണ്ടത്. ആറിനെ ഇപ്പൊ ഞാൻ ഫാത്തിനായിട്ട് എന്താ അവിഹിതം എന്ന് അറിയണം, അല്ലെങ്കിൽ ഞാൻ വേറെ ആൾക്കാരനായിട്ട് എന്താ അവിഹിതം എന്ന് ഇവർക്ക് അറിയണം. അതിന് ഈ ഷെരീഫ് എന്ന നാറി കുറെ കണ്ടന്റ് ഇട്ട് കൊടുക്കാനും, കാരണം ഇവൻ അത് വിട്ടിട്ടാണ് ജീവിക്കുന്നത്. കാരണം ഗൾഫിൽ നിന്നൊക്കെ പണി വിട്ടിട്ട് വന്നിട്ട് ഇവന് വിയർപ്പില്ലാണ്ട് ജീവിക്കണമെങ്കിൽ ഇവന് മനുഷ്യന്റെ പച്ചറിച്ച് മറ്റുള്ളവരുടെ പച്ചറിച്ച് തിന്നാലേ പറ്റുള്ളൂ. പിന്നെ ഇവൻ മറ്റുള്ളവരെ ചൊറിഞ്ഞിട്ട് അവരുടെ ഉമ്മാനെയും വാപ്പാനെയും ഫസ്റ്റ് ഇവൻ എല്ലാം തെറിയും ബാക്കിയുള്ളതും വിളിച്ചു കഴിഞ്ഞിട്ട് പിന്നെ മറ്റുള്ളവരുടെ വീട് കയറി കളിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഇവൻ പണ്ട് എന്നെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി, എന്നിട്ട് വന്നത് തെറ്റാണ്, എന്റെ വീട്ടിൽ കയറി ഉമ്മാനെ തെറി പറഞ്ഞു, അവനെ തെറി. ഇവൻ നൈസായിട്ട് തെറി പറഞ്ഞു വേശി. ഒരു പെണ്ണിനെ വിളിക്കുകയാണ് വേശി, കണ്ടവന്മാരുടെ കൂടെ കിടക്കണവള്, വേശി, അങ്ങനത്തോളി ഇങ്ങനത്തോളി. ഇതൊന്നും നിങ്ങളുടെ കണ്ണിൽ തെറിയല്ല. നമ്മളെന്തെങ്കിലും നായിന്റെ മക്കളെ അങ്ങനത്തോരെ എങ്ങനത്തെ പറഞ്ഞാൽ അത് മാത്രം തെറി. ഇവൻ പറയുന്ന വേശിത്തരവും ബാക്കിയുള്ളതൊന്നും തെറിയായിട്ട് ഈ പറയുന്ന ആൾക്കാർക്ക് കാണില്ല. അതെന്തുകൊണ്ടാ? അവര് കാണാത്തതും കേൾക്കാത്തതുകൊണ്ടല്ല, അവര് അവിഹിതത്തിന് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ടാണ്. അവർക്ക് അത് കേൾക്കണം. ഇപ്പൊ ഏതൊരു ഇതെടുത്തോ റീച്ച് കിട്ടണമെങ്കിൽ ഇങ്ങനെയുള്ള റിയാക്ഷൻ വീഡിയോസിൽ അവിഹിതം, ഇപ്പൊ രേണുസുദിന്റെ അവിഹിതം കുറേ കൊണ്ടുവന്നു. എന്തുണ്ടായി? രേണുസുദിനെയും കിച്ചുവിനെയും ബാക്കിയുള്ളവരിനൊക്കെ തല്ലുകൂടി ഇതാക്കാനൊക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു. ഇപ്പൊ ആ 2 മക്കളും ഒന്നായി, അവരൊന്നായി. ഈ പറയുന്നില്ല ബാക്കി എല്ലാവരും പുറത്തായില്ലേ. ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാന്നേ ഉള്ളൂ. അവരിപ്പോ സിനിമയിലേക്ക് എടുത്തു. അവരിന് തുടക്കം മുതൽ എന്തൊക്കെ പറഞ്ഞ് എന്തൊക്കെ മോശം